നമസ്കാരം. അപ്പോൾ ഈ പരസ്യത്തിലേക്ക് നോക്കി ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. സോളാർ വെച്ച വീടുകളും പരിസരവാസികളൊക്കെ ഒരുപാട് പ്രതിസന്ധി നേരിടേണ്ടി വരുന്നു. സംഭവം ശരിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മിക്ക വീടുകളിലും ഇപ്പോൾ സോളാർ ആയിട്ടുണ്ട്. ഓൺ ഗ്രിഡ് സോളാറുകളൊക്കെ എല്ലാവരും ഇപ്പോൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ് സോളാർ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളാർ വെച്ച വീടുകളും തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ്. അതായത് നമുക്കൊരു KSEB നോർമലായിട്ട് നമുക്ക് വരുന്ന വോൾട്ടേജ് 230 to 240 വോൾട്ടാണ്. അതാണ് ഒരു സ്റ്റാൻഡേർഡ് വോൾട്ടേജ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ലൈഫ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് സൈറ്റുകൾ വിസിറ്റ് ചെയ്ത സമയത്ത് കസ്റ്റമേഴ്സ് ഒരുപാട് പരാതിയായിട്ട് ചെന്നിട്ട് നമ്മൾ ചെല്ലണമാണ്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഹൈ അബൌ 260 വോൾട്ടാണ് മിക്ക വീടുകളിലും. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറിയേക്കാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇൻവെർട്ടർ മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെർട്ടറുകളുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഉള്ളിൽ വോൾട്ടേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്ര വോൾട്ടേജ് ലോ കട്ടും അതിൽ ഹൈ കട്ടും. അപ്പോൾ ഇത്ര ഹൈ വോൾട്ടേജ് വരുന്ന കണ്ടീഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇൻവെർട്ടറിലുണ്ട്. അപ്പോൾ ഇൻവെർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പാണ്. ഒന്ന് LCD ഡിസ്പ്ലേ ഉള്ള ടൈപ്പും ഉണ്ട്, ഡിസ്പ്ലേ ഇല്ലാത്ത ടൈപ്പും ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഉള്ള മോഡലിൽ നമുക്ക് KSEB വോൾട്ടേജ് എത്രയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം ആയതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ AC വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഒരു മീറ്ററാണ്. ഇതിന് 3 എണ്ണത്തിന് 210 രൂപ വില വന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതിലൊരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം, ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടാന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇൻവെർട്ടറിന് മാത്രമല്ല, ഇപ്പം നമ്മുടെയൊക്കെ ഒരുവിധം എല്ലാ വീടുകളിലും ഈ പ്രശ്നം ഇപ്പോൾ ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഒരെണ്ണം വാങ്ങി വെക്കുന്നത് ബെറ്ററാണ്. അപ്പോൾ ഇതിനാകെ വില നമുക്ക് ഓഫ്ലൈനിൽ വാങ്ങാനാണെങ്കിൽ ഏകദേശം 170 രൂപ ഒരെണ്ണത്തിന് വരും. ഇപ്പോൾ ഞാൻ ഓൺലൈനിൽ മേടിച്ചത് കൊണ്ട് 210 രൂപ 3 എണ്ണത്തിനായുള്ളൂ. അപ്പോൾ ഇത് മൂന്നും സെയിം പർപ്പസ് തന്നെയാണ്, 3 കളർ വേരിയൻറ്റിൽ വരുന്നതെന്ന് മാത്രം. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനും സിമ്പിളാണ്. 2 വയർ കണക്ഷൻ അതിനകത്ത് കൊടുക്കാനുള്ളൂ. ജസ്റ്റ് നമ്മൾ സ്ക്രൂ ചെയ്താൽ തന്നെ നമുക്ക് വയർ ജസ്റ്റ് ഇതിലേക്ക് കൊടുത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇതേ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഓൺലൈനിൽ തന്നെ ഇത് പ്ലഗ് ടൈപ്പ് ഉണ്ട്, വയർ കൊടുക്കാതെ ഡയറക്റ്റ്. ഇതിപ്പോൾ പാനൽ ബോർഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈപ്പാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്ലഗ് ടൈപ്പ് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് റേറ്റ് കൂടും. സിംഗിൾ പീസിന് ഏകദേശം 270 രൂപ വരുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് ജസ്റ്റ് പ്ലഗിലേക്ക് നേരിട്ട് ഡയറക്റ്റ് കുത്തി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കേസാണ്. അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ AC ഒക്കെ നൈറ്റ് സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് വോൾട്ടേജ് ഇല്ലാത്ത കണ്ടീഷനിൽ തണുപ്പ് കുറവൊക്കെ വരാറുണ്ട്. അപ്പോൾ വോൾട്ടേജ് എത്രയാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ പലരും വിചാരിക്കുന്നത് AC കംപ്ലൈൻ്റ് ആണ്, അല്ലെങ്കിൽ ഫാൻ സ്പീഡില്ല, അപ്പോൾ ഫാൻ്റെ കംപ്ലൈൻ്റ് ആണെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ഇത് പറഞ്ഞാൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് അറിയാൻ പറ്റും. വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടാണ് നമുക്ക് തണുപ്പ് കിട്ടാത്തത്, അല്ലെങ്കിൽ ഫാൻ സ്പീഡ് ഇല്ലാത്തതെന്നൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഇത് പ്ലഗ് ഇൻ ചെയ്താൽ മതി. ഇതിനകത്ത് വേറെ ഇൻസ്റ്റലേഷൻ പർപ്പസ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇതേ കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള വോൾട്ടേജ് 220. ഇപ്പോൾ ഇതെൻ്റെ വീട്ടിൽ വരുന്നൊരു വോൾട്ടേജാണ്. ഇത് നോർമൽ വോൾട്ടേജാണ്, കുഴപ്പമൊന്നുമില്ല. ഈ വോൾട്ടേജ് ഹൈ ആയി പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. മെയിൻലി ഇത് ഉച്ച സമയത്താണ് ആ പ്രശ്നം വരാറ്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ജസ്റ്റ് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വോൾട്ടേജ് വല്ലാതെ കൂടുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. വോൾട്ടേജ് കൂടിയതുകൊണ്ടാണ് ആ ഇഷ്യൂ കാണിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഒരു മോഡൽ ഇൻവെർട്ടർ ഉണ്ട്. ഡിസ്പ്ലേ ഉള്ള മോഡലാണെങ്കിൽ നമുക്ക് ഇതുപോലെ KSEB വോൾട്ടേജ് കാണാം. അപ്പോൾ ഇതുപോലത്തെ ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.